സത്യത്തിൽ ഉസ്താദിനൊന്നും പറ്റിയിട്ടില്ല. അന്നൊരു കല്ല് ഏതോ ഒരു വിവരദോഷിയുടെ അന്നത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിനെ നേരെ പതിച്ചതും ഉസ്താദിന്റെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് തെറിച്ചുപോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആ കല്ല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മൊയ്തീൻ എന്ന് പറയുന്ന സുഹൃത്ത് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം ഇവിടെയുണ്ട്. സ്നേഹതുഷാരം പൊഴിയും ദൗമ ആഫിയത്തെ ഗണമവരിൽ താമ ആഫിയത്തെ ഗണമവരിൽ താമ തെളിഞ്ഞ ശോഭയിലെങ്കിലും സുമോഹനം കമരാഗതം തികഞ്ഞ അറിവിനിശാത്തോരം ഉറക്കിടുന്നിത സ്വാഗതം തെളിഞ്ഞ ശോഭയിലെങ്കിലും സുമോഹനം കമലാഗതം തികഞ്ഞ അറിവിനിശാത്തോളം ഉറക്കിടുന്നിത സ്വാഗതം. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇത് പതിമംഗലം എന്ന ഒരു കുഗ്രാമം. കോഴിക്കോട് ടൗണിൽ നിന്ന് 11 മൈലുകൾക്കിപ്പുറമാണ് ഈ ഗ്രാമമുള്ളത്. കുന്നമംഗലവും 11ാം മൈലും കൂടിച്ചേർന്ന് പതിമംഗലം എന്ന പേരിന് രൂപം കൊടുത്തു എന്നാണ് പൂർവികരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണാണ് പതിമംഗലം. ഈ പതിമംഗലത്ത് രണ്ടാമതൊരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് ഈ വേദി. 951 പൂനൂർ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാന കുടുംബത്തിന് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ഏട് പതിമംഗലത്തിന് പറയാനുണ്ട്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവറുകൾ ഈ നാടിൽ പൂനൂർ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രാമ്പിയിൽ നിസ്കരിച്ചിട്ടുണ്ട്. KC ഹുസൈൻ സാഹിബിന്റെ വീട്ടിൽ വെച്ചാണ് ആ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത് എന്ന് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ വിശ്വാസപൂർവം എന്ന് പറയുന്ന ആത്മകഥയിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. 980 വരെയുള്ള ഉസ്താദിന്റെ ആത്മകഥയുടെ ഒരു വലിയ ഏടാണ് നമ്മൾ വായിച്ചിട്ടുള്ളതെങ്കിൽ 80 ശേഷമുള്ള ആ ആത്മകഥയുടെ തുടർച്ച എന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുവോ അന്നും പതിമംഗലം ആ ഏടിൽ ഇൻഷാ അല്ലാഹ് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന വിഷയത്തിൽ തർക്കമില്ല. കാരണം 978